ക്ഷീണം തോന്നിയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം 10 വാക്യമാണ് നാം ചിന്തിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ ക്ഷീണം ഉണ്ടാകാറുണ്ട്. ശാരീരിക, മാനസിക, സാമ്പത്തിക ക്ഷീണങ്ങൾ മനുഷ്യനെ വല്ലാതെ അലട്ടാറുണ്ട്. ആ ക്ഷീണം നമ്മെ സകല മേഖലകളിലും അത് ബാധിക്കും. ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 വിധത്തിൽ ക്ഷീണം ഉണ്ടാകാമായിരുന്നു. ഒന്ന്, വഴിയുടെ ദൂരം കൊണ്ട്. ആ യാത്ര ഇപ്പോൾ അവസാനിക്കും, അടുത്ത മണിക്കൂറുകൾ, അടുത്ത ദിവസം തീരുമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ വഴിയുടെ ദൂരം വലിയതാകുന്നു. അടുത്ത് നീ തളർന്നു പോയിട്ടും യാത്ര ഇങ്ങനെ നീളുന്നത് കൊണ്ട് ശാരീരികമായി ക്ഷീണം സംഭവിക്കും. ശാരീരികമായി തളർന്നു പോയിട്ടും ദൈവത്തിന്റെ വചനം പറയുക, അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. ജീവിതയാത്രയിൽ ദൈവം തന്ന ചില വാഗ്ദത്തങ്ങൾ അതിൻ്റെ ദൂരം വർദ്ധിക്കുമ്പോഴും തളർന്നു പോയിട്ടും ഇത് നടക്കത്തില്ല, ഇത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞില്ല. അതുണ്ടാകും, അതിനൊരു സമയമുണ്ടെന്ന് പറഞ്ഞ് കാത്തിരുന്നത് പോലെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ചിലതിൻ്റെ അകത്ത് ദൂരം യാത്ര അധികമാകുമ്പോൾ നിഷ്ഫലമെന്ന് പറയരുത്. ഫലമുണ്ടാകും, ഫലമുണ്ടാകും. എന്താ ഫലമുണ്ടാകാൻ കാരണം? നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട്. നിനക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ ശക്തിപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ക്ഷീണം തോന്നിയില്ല. കർത്താവേ, ക്ഷീണം തോന്നാതെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി, ശക്തിക്കായി സ്തോത്രം. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.